ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുത ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷാ ചോദ്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സൈലത്തിലെ ഓരോ ഫാക്കൽറ്റീസ് നിങ്ങളുടെ മുന്നിലെത്താറുണ്ട്. ഇന്ന് ശ്രുത ടീച്ചറും വന്നിരിക്കുന്നത് അതിന് തന്നെയാണ് കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് വളരെ അറിയേണ്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ പരീക്ഷയെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടാം കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുൻപ് നിങ്ങൾക്ക് ഒരു പരീക്ഷാ ചോദ്യം പറഞ്ഞു തരുന്നതിന് മുൻപായിട്ട് നമ്മുടെ 4ാം ക്ലാസ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളിതാ പോവാണ് എങ്ങോട്ട്? യെസ്, 4th പോവാണ് അല്ലേ. ഇനി നിങ്ങൾ 3ാം ക്ലാസ്സിലല്ല. ജൂൺ ആയാൽ സ്കൂള് ഇതാ ഇപ്പോൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ ഈ ഒരു വേനലവധി കഴിഞ്ഞാൽ നെക്സ്റ്റ് ജൂണിൽ നിങ്ങൾ എന്താണ്? 4ാം ക്ലാസ്സിലെ മക്കളാണ്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പാഠപുസ്തകം മാറും. ഇപ്പോൾ ഉള്ള പാഠപുസ്തകമല്ല, ഇപ്പം 4ാം ക്ലാസ്സുകാർ പഠിക്കുന്ന പുസ്തകവും അല്ല. മക്കൾക്ക് വേറെ പാഠപുസ്തകമാണ് വരിക അല്ലേ. ഒരുപാട് മാറ്റങ്ങളോടുകൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് വേണ്ടിയിട്ട്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് LSS ഒക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് 4 പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് സൈലത്തിന്. നിങ്ങളറിയോ അതിനെപ്പറ്റി? അപ്പോൾ അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലല്ല, അത് വേറൊരു ബാച്ചാണ്. അതിൽ നമ്മൾ ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെയിലി റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ തരും. എല്ലാ ക്ലാസ്സിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യും, നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. വേറെ നോട്ടൊന്നും എഴുതി ഉണ്ടാക്കേണ്ട. അതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ വെച്ചിട്ട് എക്സാംസ് ഒക്കെ നടത്തും. ഇനി ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ, കുറേ സംശയമുണ്ട്. അപ്പോൾ ടീച്ചർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ യൂട്യൂബിലൂടെ ഇതിൽ കാണില്ല അല്ലേ, കമൻറ്റൊക്കെ ഓഫായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഡൗട്ട്, സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു സെഷൻ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാം. ഇതാ ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 9995400800 എന്ന് പറയുന്ന നമ്പറാണ്. ഇതാ 2249 രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫീ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു മാസത്തേക്കാണ് എന്ന്. ഫോർ 1 ഇയർ ആണ് കേട്ടോ. 1 ഇയർ, ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇത്രയും പൈസ മാത്രം അടച്ചാൽ മതി. ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കാം. അതിൻ്റെ ഇടയിൽ ഒരു ഫീയും പിന്നെ അടയ്ക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനൊരു ഓഫർ ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ജൂൺ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. സീറ്റൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാവരും വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ നമ്പറിലൊക്കെ വിളിക്കുക. അതുപോലെ ജോയിൻ ചെയ്യാം കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പുതിയ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കണേ. ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, വൃത്തിയില്ലാത്ത പരിസരം ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കും. നിങ്ങൾ കണ്ടില്ലായിരുന്നോ, മൈന എന്ന് പറയുന്ന ഒരു കുട്ടിയിലെ ബിസ്ക്കറ്റ് കവറൊക്കെ വലിച്ചെറിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റ് കവറൊന്നും അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ആളുകൾ കാണുന്നിടത്തിൽ ഒരു ബോർഡൊക്കെ വെക്കാം, ഇവിടെ തുപ്പരുത്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അങ്ങനത്തെ ആളുകളോട്, അങ്ങനെ ചെയ്യുന്ന ആളോട്? ഇപ്പോൾ ടീച്ചറാണ്, ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്, ടീച്ചറിൻ്റെ കയ്യിൽ ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ടീച്ചർ അവിടെ അങ്ങ് ഇട്ട് അവിടെ അങ്ങ് കളഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ടീച്ചറോട് പറയാനുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. ടീച്ചറിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. ടീച്ചർ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താണ്, ഞാൻ ചെയ്താൽ നിങ്ങളും ചെയ്യില്ലേ അല്ലേ. നമ്മൾ അമ്മമാരും ടീച്ചേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മളും ചെയ്യുക. അപ്പം ഞാനങ്ങനെ ചെയ്യില്ല. അഥവാ ഞാനങ്ങനെ ചെയ്തു അല്ലെ, വേറൊരാൾ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടു, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നോക്കിയേ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ. അവരോട് നമ്മൾ പറയണം, വീടും നിങ്ങളുടെ ചുറ്റുപാടും, പരിസരം എന്ന് പറഞ്ഞാൽ ആ ചുറ്റൂലേ, എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് നിങ്ങളെ സൂക്ഷിക്കണം. പിന്നെയോ, ചപ്പ് ചവറുകൾ സംസ്കരിക്കുക. ചപ്പ് ചവറുകളൊക്കെ എന്താ? കത്തിച്ച് കളയാം ചപ്പ് ചവറുകൾ. ഇലകളൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാം, ഒരു പ്രശ്നമില്ല. ഇനി നെക്സ്റ്റ്, വ്യക്തി ശുചിത്വം പാലിക്കുക. വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിതാ ഇന്നിപ്പോൾ രാവിലെ കുളിക്കാണ്ടൊക്കെയാണ് വന്നത്, ഒരു വൃത്തിയില്ലാതെയാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലേ,
നല്ല നീറ്റായിട്ട് കുറച്ച് വൃത്തിയിലൊക്കെ വന്നൂടെ, കുളിക്കുകയൊക്കെ ചെയ്തൂടെ അല്ലേ? പല്ല് തേക്കാണ്ടാ വരുന്നെങ്കിലോ പല്ലൊക്കെ തേക്കണം അല്ലേ? ശരീരമൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ? അപ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഇനിയിപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെയൊക്കെ ചീത്ത വെള്ളം ഉണ്ടാവും അല്ലേ? അപ്പം വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യരുത് എന്ന് വീട്ടിലാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ എന്തുണ്ട്? നമ്മുടെ കൊതുകൊക്കെ മുട്ടയിടും അല്ലേ? അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് അവിടെ മലിനജലം ഒന്നും കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. അതുപോലെ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കരുത്. അവരോട് പറയില്ലേ മാലിന്യങ്ങൾ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഫുഡ് വേസ്റ്റൊക്കെ അവിടെ പൊതുസ്ഥലത്ത്. ഇപ്പം ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൂടെ ഞാൻ നടന്നു പോകുമ്പോൾ അവിടെ അങ്ങ് കവറിൽ വേസ്റ്റൊക്കെ അവിടെ അങ്ങ് കളഞ്ഞ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അതൊക്കെ ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ പറഞ്ഞു കൊടുക്കണോ അല്ലേ? അപ്പം നോക്കിയേ, പൊതു ഇടങ്ങളിൽ കാണാറുള്ള അറിയിപ്പ് ബോർഡുകൾ. ഇത് കണ്ടേ, ഇതൊരു മാർക്കറ്റാണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, ഇവിടെ ഫിഷ് ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ബോർഡ് തയ്യാറാക്കാം? എന്താണ് അവിടെ എഴുതി വെക്കേണ്ടത്? ഇവിടെ ബ്ലാങ്ക് ആണ്. ഇവിടെ നമുക്ക് എന്തെഴുതാം? ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. എന്തെഴുതാം? ഇവിടെ തുപ്പരുത് എന്ന് പറയാല്ലേ? ഇവിടെ തുപ്പരുത്. വേറെയും പറയാം. ഇവിടെ എല്ലാവരും എല്ലാവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ഒരു ഇടമാണ്. അപ്പോൾ ഇവിടെ തുപ്പരുത് എന്ന് കാണൂ അല്ലേ? ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ തുപ്പരുത് തന്നെയാണ്. അപ്പോൾ ഇവിടെ തുപ്പരുത്, ഇവിടെ തുപ്പി ചീത്തയാക്കരുത്. ഈ സ്ഥലം ഒന്ന് നല്ല വൃത്തിയിൽ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. കാരണം ഇതൊരു പൊതുസ്ഥലമാണ്, ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ തുപ്പരുത് അല്ലേ? അപ്പം അങ്ങനെയൊന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിക്കേ, ഇനി വേറെ എന്തെഴുതാം? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന് എഴുതിക്കൂടെ? ചിലരുണ്ടാവും അവിടെ നിന്ന് കവറിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി അത് കുറച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് വലിച്ചെറിയാൻ പാടില്ല. അപ്പം നമുക്ക് അവരോട് ആളുകൾ ഇങ്ങനൊരു സാധനം അല്ലേ, ഇങ്ങനൊരു ബോർഡ് കാണുന്ന സമയത്ത് ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, ചിലപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും ആരെങ്കിലും വലിച്ചെറിയുക. പക്ഷേ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ചിലരൊന്നും മടിക്കും, അവിടെ ഇടരുത് എന്നുണ്ട് അല്ലേ? നോ പാർക്കിംഗ് കാണുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ചിലപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന കാണാം ഓരോരുത്തർ. അപ്പം നമ്മൾ ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നതെന്നല്ലേ? അപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, അവിടെ നമുക്ക് ഇവിടെ തുപ്പരുത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. പിന്നെ പരിസരം ശുചിയായി സൂക്ഷിക്കുക. പരിസരമൊക്കെ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയിലൊക്കെ സൂക്ഷിക്കണം. അല്ല നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോകരുത് അങ്ങോട്ട് അല്ലേ? അവരടിപൊളിയായിട്ട് വെച്ചൊരു സ്ഥലമായിരിക്കും, അവിടെ നമ്മൾ വൃത്തികേടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരിസരം ശുചിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് മക്കളോട് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കില്ലേ? ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. കാരണം എന്താ? ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ പാഠപുസ്തകത്തിലൂടെ പഠിക്കുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ അല്ലടാ? അപ്പോൾ ഇപ്പോൾ സ്നേഹത്തോടെ ശ്രദ്ധ ടീച്ചർ പോവാണ്. പ്രാണ ബാച്ചിൻ്റെ കാര്യം മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടീച്ചർ ഇത്രയും ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടീച്ചർ ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും നമ്മുടെ പ്രാണ ബാച്ചിൽ ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.